അപ്പം മരിച്ചെടുത്ത് ഞാൻ സ്റ്റക്കായിട്ട് പരിപാടി നിർത്തുകയാണ്. എനിക്കിനി എഴുതാൻ പറ്റൂല, ഞാനിനി ആർക്ക് വേണ്ടി എഴുതുന്നു, എൻ്റെ അപ്പനെ കാണിക്കാനാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല കേട്ടാന്ന് പറഞ്ഞു. കാരണം ഞാൻ നിർത്തിയേക്കാം, സിനിമ പണ്ടേ ഇല്ല ചിന്തയില്, ഇതുമില്ല എന്ന് പറഞ്ഞ് നിന്ന് നിർത്തി സ്റ്റോപ്പ് ചെയ്തില്ല ചേട്ടാ. ആ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ എറണാകുളം ഗേൾസ് സ്കൂളിൽ 300 രൂപക്ക് ഡെയിലി വേജസ് പഠിപ്പിക്കാൻ പോയി. ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ, ഇപ്പോഴും ഉണ്ട്. ഇരിക്കുന്നതിന് മുമ്പാണെങ്കിലും നമ്മളൊരു പടം ചെയ്യണം, അതൊരു നല്ല പടമായിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ വില്ലൻ ചെയ്യണം, അങ്ങനെ പല ടൈപ്പ് ചെയ്യണം, അത് വേണം. അല്ല ഹീറോ മാത്രം ഫോക്കസ് ചെയ്യരുത് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. നടൻ സിദ്ദിഖായിട്ട് സംസാരിച്ചു, ഞാൻ സിദ്ദിഖ ഈ പോലീസ് വേഷം കുറേ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ സിദ്ദിഖ പറഞ്ഞു അതിനെന്താ മോനെ, അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോടാ വിളിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, മനസ്സിൽ മുഴുവൻ സിനിമയേ ഉള്ളൂ, നല്ല വേഷങ്ങൾ ചെയ്യുക, നല്ല സിനിമയുടെ ഭാഗമാകുക, അതിൻ്റെ ചർച്ചകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം പറയും, നിങ്ങൾ പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്കൊരു ഇടതുപക്ഷത്തിന് 2 പേര്, വലതുപക്ഷത്തിന് 2 പേര്. അപ്പൊ ഞങ്ങളാ BJP? അങ്ങനെയല്ല, നമുക്ക് നല്ലത് ആര് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് സ്വീകരിക്കും. അല്ലാതെ ഇന്നാള് പറയുന്നത് അങ്ങനെയല്ല. അപ്പൊ നല്ലതാണോ ചീത്തയാണോ ഇങ്ങനെ അങ്ങനെയല്ല, നമ്മൾക്ക് ഇപ്പം ചിലപ്പോ അവരുദ്ദേശിക്കുന്നത് നല്ലതാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തെറ്റാണെങ്കിലും ഇങ്ങനെ ഒന്നും ചോദിക്കരുത്. എന്റെ മോശം അഭിനയമായതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിയല്ലോ. പക്ഷെ ചേട്ടൻ ഉണ്ടാവായിരുന്നു സെറ്റിൽ എപ്പോഴും. ഞാനും എന്റെ സീനിലൊന്നും ഇവനെ കാണത്തില്ല. ഇവന് ഡൗട്ട് ഉണ്ടായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആദ്യം നല്ലതാണ്, നല്ല അത് ആദ്യം നല്ലായിരുന്നു, പിന്നെ കൊള്ളൂല. ആ വാക്ക് അങ്ങനെ വളച്ചൊടിച്ച അവസാനം പാട് ചേട്ടനോട് ഭയങ്കര കാര്യമായിട്ട് ഇഷ്ടമായില്ല ഇഷ്ടമായിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പലതും പറയും കേട്ടോ, അതൊന്നും പോയി വീഴല്ലേ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 അതിഥികൾ, 5 പേർക്കും സ്വാഗതം. നമസ്കാരം. ആരൊക്കെ ശുക്രൻ തെളിയുമെന്ന് കാത്തിരിക്കണം. ഇന്ന് ശുക്രൻ തെളിയുന്നത് ആരെയാണ്? ഇന്നത്തെ അവന്റെ ശുക്രൻ തെളിയേണ്ടത് ഇന്ന് തെളിഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് തെളിയാൻ പോണത് അവൻ തന്നെ. ഇന്ന് തെളിഞ്ഞ ആരെയാണ്? ഇന്നോ? അതായത് രാവിലെ, ഇന്ന് രാവിലെ ശുക്രൻ തെളിഞ്ഞിട്ട് ഇവിടെ എത്തിയ ആരാണ്? നിന്റെ എന്തെങ്കിലും ഉണ്ടോ? നിന്റെ തെളിഞ്ഞായിരുന്നോ? ഇക്കയുടെ ഒരു 10-40 കൊല്ലമായിട്ട് ഇക്കയുടെ ശുക്രൻ തെളിഞ്ഞേയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇത്രയും ശുക്രൻ തെളിഞ്ഞ ഒരാളെ. ജീവിതം സന്തോഷമായിട്ട് ആഘോഷിക്കുക, ഹാപ്പി ആയിട്ട് നടക്കുക, ഒരു ടെൻഷൻ എടുത്ത് തലയിൽ വെക്കാതിരിക്കുക, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിൽ എടുക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് ശുക്രൻ തെളിയുന്ന ഒരുപാട് സന്ദർഭമുള്ള ആളാണ് നസീർക്ക. ഇനി എനിക്ക് ഇവനെ കുറിച്ച് ഒന്നും പറയാം. ഇനി എനിക്ക് എന്തായാലും ഇവനെ കുറിച്ച് മോശം പറയാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ആമസോൺ കാട്ടിൽ കയറുമ്പോൾ ആദ്യമേ ജാഗ്വാറിനെ അടിച്ചിരുന്നു. കാര്യം അവനാണ് ഏറ്റവും വലിയ വേട്ടക്കാരൻ. ജാഗ്വാറിനെ അടിച്ചിട്ടു. ജാഗ്വാറിനെ അടിച്ചിട്ടു. ഇനി അവിടെ ഏത് ജീവികൾക്കും. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല, ഇന്ന് ആർക്കാണ് ശുക്രൻ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് ഇന്ന് ശുക്രനായിരുന്നു? എനിക്കിന്ന് ശുക്രൻ തെളിഞ്ഞു. നിങ്ങൾക്ക് ഇന്ന് ശുക്രനാണല്ലോ. ഞാൻ നല്ല ശുക്രൻ തെളിഞ്ഞിട്ട് അവിടെ എത്തിയ. ആണോ? പിന്നെ ഞാൻ എന്നും വരുന്നതിന് നേരത്തെ ഇവിടെ എത്തി ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി. അതാണോ ശുക്രൻ തെളിയുന്നത്? സാധാരണ നമ്മള് വെയിറ്റ് ചെയ്യിപ്പിച്ച്. അതൊന്നും കുഴപ്പമില്ല, അതിലൊന്നും വിഷയമല്ല. പക്ഷേ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഞങ്ങള് ഹാപ്പിയാണ്. അതല്ലേ? പിന്നെ അതാണ് ശുക്രന്റെ ആദ്യത്തെ നമുക്ക് നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാല് എല്ലാവർക്കും ശുക്രൻ തെളിയട്ടെ എന്നുള്ളത്. അതെ അതെ അതെ. ആരും മോശമാകാതെ എല്ലാവർക്കും ശുക്രൻ തെളിയട്ടെ, അവർ നന്നായിട്ട് ജീവിക്കട്ടെ, അല്ലേ? അതാണ് നമ്മുടെ ആഗ്രഹം എല്ലാവർക്കും. പക്ഷെ എന്തായാലും മറ്റേ കഥ ആമസോണിൽ അടിച്ചിരുത്തിയ ജാഗ്വാർ. ഞാൻ പെട്ടെന്നൊരു സാധനം ആലോചിച്ചപ്പോൾ എനിക്ക് അതേ കിട്ടിയുള്ളൂ. വേറെ കിട്ടാത്ത ഒരു ഭാഗ്യം കേട്ടോ. വേറെ കിട്ടാത്ത സാധനം ഗണപതിക്കുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇവരെ ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമ വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് നമ്മൾ കൊടുക്കാൻ പോവാണ്, അല്ലേ?
ഒത്തിരി സിനിമകൾ ചെയ്തു വന്നു. വീണ്ടും എനിക്കറിയാം വിപിനെ സംബന്ധിച്ച് ഒത്തിരി നാളുകളായിട്ട് ഈ സിനിമയുടെ പിന്നിലാണ്. ഈ സിനിമ നമുക്കറിയാം, ഒരു സിനിമ കഴിഞ്ഞ ഉടനെ അടുത്ത സിനിമയിലേക്ക് പോകുന്ന ഒരു യാത്ര. നമ്മൾ അന്ന് അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റുകൾ കേൾക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളപ്പോഴാണ് ഉപേനി സ്ക്രിപ്റ്റുകളൊക്കെ പറയുന്നത്. ഒരു സിനിമ റിലീസ് ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ സമയത്ത് ഒത്തിരി പ്രൊമോഷനൊക്കെ പോയി. പ്രേക്ഷകരുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കാൻ പോവാണ് സിനിമ. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ സിനിമ ഞാനിപ്പോൾ അതായത് RR-ഉം എഫക്ട്സും ഒന്നുമില്ലാതെ ഒരു ഫസ്റ്റ് കോപ്പി എന്നുള്ള രീതിയിലൊരു സാധനം കണ്ടു ഞാൻ. അപ്പോൾ എനിക്ക് തോന്നിയത് പഴയ ബോംബ് കഥയ്ക്ക് മാർഗം കളിക്കുന്നതിന് ശേഷം ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറായിട്ട് എൻ്റെ ഇനി വരാനുള്ളൊരു സിനിമ ഇതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ അർത്ഥത്തിലും കേട്ടോ, എല്ലാ ഏരിയയും. ഇതൊരു ഹ്യൂമർ പടമല്ല. എന്നാൽ ഒരു ഹ്യൂമർ ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു ഇത്തിരി ഹ്യൂമർ ഉണ്ട്. ഇമോഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഇത്തിരി ഇമോഷൻ ഉണ്ട്. ആക്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഇത്തിരി ആക്ഷൻ ഉണ്ട്. പാട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പാട്ടുണ്ട്. റൊമാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ റൊമാൻസ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിൽ പോലും അത് പറയണ്ട. അത് ഇവിടെ ജീവിതത്തിലുള്ളതാണോ സിനിമയിലുള്ളത്? രണ്ടും ജീവിതത്തിൽ ഒട്ടും പറയല്ലോ. അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ പാക്കേജ് ആയിട്ടാണ് ശുക്രൻ വരുന്നത്. അത് മോശമാവില്ല എന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. ഓരോ സിനിമയും നമ്മളങ്ങനെ വിശ്വസിക്കുന്നതാണ്. ഈ സിനിമയും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിശ്വാസമാണ് നമ്മൾ സിനിമയിലേക്ക് എത്തുന്നത്. നസീർക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഇന്നാവുന്നത്? അങ്ങനെയല്ല ചോദിക്കേണ്ടത്. നസീർക്കാനോട് ചോദിക്കും ബിബിനെ എങ്ങനെയാണ് ഇന്നാക്കിയത് ചോദിക്കും. നസീർക്ക് ഈസ് എ മാനിപ്പുലേറ്റർ, ഈസ് എ ക്രിയേറ്റർ. അപ്പൊ പുള്ളിയുടെ പരിപാടികൾ അതൊക്കെ അങ്ങനെയല്ല. നമ്മള് ഇതില് രാഹുൽ കല്യാൺ എന്ന് പറയുന്ന രാഹുൽ കല്യാണാണ് ഇതിന്റെ റൈറ്റർ. രാഹുലേട്ടനാണ് അപൂർവോത്തരന്മാരുടെ സെറ്റിൽ വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, ബിബിന് ഇങ്ങനെ ഒരു കഥയുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ പറഞ്ഞത് കേൾക്കാന്ന് പറഞ്ഞു. അങ്ങനെ കേൾക്കുന്ന കഥയാണിത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിലൊരു ഇതുവരെ വരാത്തൊരു പരിപാടി ഇതിലൊരു സാധനമുണ്ട്. ആ സാധനം എനിക്ക് വർക്കായി. പിന്നെ രാഹുലേട്ടൻ നസീർക്കായിട്ടും ഭയങ്കര സൗഹൃദമാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് ഒരു പ്രൊജക്റ്റിലേക്ക് ഇതിലെ നസീർക്കാരുടെ കഥാപാത്രം വിക്രമൻ. ഞാൻ ലോറി ഡ്രൈവറാണ്. എനിക്ക് ഭാര്യയും ഒരു മകളും ഉണ്ട്, കുഞ്ഞുണ്ട്. എൻ്റെ ലോറിയിലെ അതായത് നമ്മളൊരു മകനെ പോലെ, ഒരു സഹോദരനെ പോലെ എപ്പോഴും കൈപിടിച്ചു കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഇവൻ. ജീവിതത്തിലുള്ള പോലെയൊക്കെ തന്നെ ഇത് തന്നെ. എനിക്ക് വലിയ അവനായിട്ട് തോന്നിയില്ല. എനിക്ക് പരിചയപ്പെട്ടോന്നിട്ട് ഇവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇപ്പോൾ. കൃത്യമാണ്. അതാണ് ജീവിതത്തിൽ പറയണ്ടെന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. രസമുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്തൊന്നും ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് ലോറി ഓടിക്കുന്ന എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണല്ലോ. രസമുള്ള. പക്ഷേ അച്ഛൻ വേഷങ്ങളിൽ നിന്ന് മാറി ഇത് അച്ഛനാ, കൊച്ചിൻ്റെ അച്ഛനാ. ഒരു ചെറിയ കൊച്ചില്ല. മറ്റേത് അങ്ങനെയല്ലോ, ഒരുപാട് അച്ഛന്മാരുടെ കൂടെ ആയിരുന്നല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ വേഷമോ അപ്പൂപ്പൻ്റെ വേഷമോ അമ്മാവൻ്റെ വേഷമോ ഒന്നും എൻ്റെ ഇമേജിനെ ഞാൻ ബാധിക്കുമെന്ന് കരുതുന്നില്ല. അത് ഞാനൊരു ക്യാരക്ടറായിട്ടേ കാണുന്നുള്ളൂ. അതാണ് എനിക്കിഷ്ടവും. അല്ലേ? ഏത് വേഷമാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ ഒരു ഇമേജ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തലയിലെടുത്ത് വെക്കുന്നില്ല. അല്ല, കോട്ടയം നസീറിനെ നമ്മൾ കാണുന്ന കാലം തൊട്ട് ഒരു മിമിക്രിക്കാരനായിട്ട് കണ്ടു, അതിൽ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ. പക്ഷേ ഈ കാലങ്ങളിൽ ഇപ്പോൾ കുറച്ച് നാളുകളുടെ സിനിമയെ കാണുന്ന വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. അത് താങ്കൾ പറഞ്ഞ പോലെ താങ്കൾക്കൊരു ഭാരമേ അല്ല. അല്ല, ഞാൻ അതിന് തയ്യാറാവുന്നതുകൊണ്ടാണ്. അതിന് പലരും തയ്യാറല്ല. കാര്യം തലയിൽ നരയിടാനും അങ്ങനെ ചിലപ്പോൾ ഒരു വേഷം ചെയ്യാനൊക്കെ പലരും മടിക്കും. ഓട്ടോമാറ്റിക്കലി അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നമ്മളെപ്പോഴും എല്ലാവരും സുന്ദരന്മാരായിട്ട് എപ്പോഴും നല്ല രീതിയിൽ നിൽക്കണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. സിനിമയിലാണല്ലോ നമ്മൾ അങ്ങനെ കാണാനേ ആഗ്രഹിക്കുള്ളൂ. അത് ആരുടെയും കുറ്റമല്ല. ഇപ്പം എനിക്കും ആഗ്രഹമുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഭയങ്കര സ്റ്റൈലിഷ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്കും വരണം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് നമ്മുടെ ആഗ്രഹം മാത്രമാണ്. നമ്മളെ വെച്ച് സിനിമ ചെയ്യുന്നവർക്ക് ആഗ്രഹം ഉണ്ടാവണമെന്നില്ല. അവർക്ക് അതിന് പറ്റുന്നൊരു കഥാപാത്രത്തെ ആയിരിക്കും ആവശ്യം. അപ്പോൾ അതിന് നമ്മൾ നിന്ന് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ നിന്ന് കൊടുത്ത യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. അല്ല, അതിൽ തന്നെയാണ് ഇനി നമ്മൾ ആഗ്രഹിക്കുന്നതും. അതിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അകത്ത് വേഷത്തിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ രൂപമോ ഒന്നും ഞാൻ അതിനെ ഇതായിട്ട് കാണുന്നില്ല. അല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ദീർഘകാലമായുള്ള ബന്ധമാണ്. ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ ഓരോ വേദികൾ പങ്കിടാറുണ്ട്. വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ ഇപ്പോഴും കാത്തു സൂക്ഷിപ്പോൾ ഒരേ സിനിമയിലേക്ക് എത്തുമ്പോഴുള്ള സൗഹൃദം വേറെ ആവുന്നില്ല. അവിടെ കഥാപാത്രങ്ങളാണ്.
പക്ഷെ അവിടെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളെ പഴയ കാര്യങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുക. ആ ഒരു യാത്ര വലുതാണല്ലോ നിങ്ങൾ തമ്മിലുള്ള യാത്ര. ഞാൻ വിപിനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ കൈരളി ടി വിയിൽ ഒരു പ്രോഗ്രാം അല്ലേ, ഒരു ഷോയ്ക്ക് ഞാൻ ജഡ്ജായിരുന്ന സമയമുണ്ടായിരുന്നു. അന്ന് എനിക്ക് വിപിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് മുമ്പ് എനിക്ക് വിപിനെ അറിയാം കേട്ടോ, ഇവരെ രണ്ടുപേരെ എനിക്കറിയാം. വിഷ്ണുവൊക്കെ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വിപിനെ എനിക്ക് അന്നേ അറിയാം. അപ്പോൾ അന്ന് ഞാൻ വിപിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് സിനിമയിലൊരു വലിയ ഇതുണ്ട്. ഇത് കട്ടപ്പന ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പാണ്, അമർ അക്ബറിന് മുമ്പാണ്, ഒത്തിരി മുമ്പാണ്. എന്റെ ഒരു സ്കിറ്റ് വേറൊരു ടീം കളിച്ചു. അതെ. അപ്പൊ ഇക്ക എഴുന്നേറ്റിട്ട് ആദ്യം ചോദിച്ചത് ഇത് ആരാണ് എഴുതിയെന്നാണ്. അങ്ങനെയുള്ള സെൻസ് ഉള്ളവർ ചോദിക്കുക. ആർട്ടിസ്റ്റിന് ഉപരിയായിട്ട് ഇതിന്റെ ക്രിയേറ്റിവിറ്റി ആരാന്നാണ് ഇക്ക എന്ന് അന്വേഷിച്ചത്. അങ്ങനെ എന്നെ സ്റ്റേജിൽ വിളിച്ച് എന്നിട്ട് ഞാൻ ഒരു ഓഫർ പറഞ്ഞു, നമ്മളൊരു സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ നമ്മൾ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചുമ്മാ ഒരു മീറ്റിംഗ് ഒക്കെ നിങ്ങൾ നടന്നതാണ് എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ടൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ തിരക്കുകളും കാര്യങ്ങളും അതിനൊരു ഫോളോ അപ്പ് ഇല്ലാതായി, രണ്ട് വഴിക്കായി. പിന്നെ ഞാൻ കാക്കുന്നത് നാദിർഷക്കയുടെ പടം ഇവർ എഴുതുന്നതായിട്ടാണ്. അങ്ങനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലൂടെ അവൻ വന്നു. പക്ഷെ ഞാനും ഇയാളും തമ്മിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്തൊരു മാനസികടുപ്പം ഉണ്ടായത് ചിലപ്പോൾ ഈ ബമ്പർ ചിരിയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതെ അതെ. മറ്റേന്ന് പറഞ്ഞാൽ ഞാനൊരിത്തിരി സീനിയർ ആയതുകൊണ്ടും ആ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവർക്ക് നമ്മുടെ അടുത്ത് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പം തലയില തലയിലാണ് കയറിയിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഒരു യാത്ര വലുതായിരുന്നല്ലോ പിന്നെ അല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അന്ന് കൈരളിയിൽ എൻ്റെ പിന്നാമ്പുറത്തുള്ള ആളെ സ്റ്റേജിൽ വിളിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അതായിരുന്നു അന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം ഉണ്ടല്ലോ, വലിയൊരാളാവുന്നു. പിന്നീട് നോക്കുമ്പോൾ നാദിർഷക്ക ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലേക്ക് എത്തുന്നു. അന്ന് ഓർത്തിരുന്നോ അങ്ങനെ? പിന്നെ അവൻ ഭയങ്കര ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഇവൻ്റെ കൂടെ നമ്മളൊരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്നാൽ അവൻ ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ഒരാളാണ്. നമ്മളെ നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും സമ്മതിക്കാത്തൊരുത്തരാണ്. അപ്പോൾ അവന് നല്ലതേ വരുള്ളൂ. ഞാൻ പറഞ്ഞ അന്ന് ചിന്തിച്ചായിരുന്നു അങ്ങനെ. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞില്ല വാത്സല്യവും വിഷ്ണു ലോകമൊക്കെ കാണുന്ന സമയത്താണ് ഹീറോ ആവണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അന്ന് ഞാൻ ഇന്നത്തെ കാലം പോലെയല്ല. അന്ന് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ അത്രക്ക് പ്രശ്നങ്ങളായിരിക്കും. കൂട്ടുകാർ, പിന്നെ കല്യാണ വീടുകളിൽ ചെല്ലുമ്പോൾ അമ്മാമ്മമാര്, ഇവരൊക്കെ വേദനിപ്പിക്കുന്നതിൻ്റെ കോഴ്സ് എടുത്തിട്ട് ഇറങ്ങിയേക്കുമായിരിക്കും. അപ്പോൾ പക്ഷെ ഞാൻ അന്നേ എനിക്ക് ആവണമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഞാനത് വിഷ്വൽ ചെയ്തിരുന്നു. ഞാൻ ഹീറോ ആയിട്ട് വരുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ ഇത് ആരോട് പറഞ്ഞില്ലായിരുന്നു. ഈവൻ വിഷ്ണുവിനോട് എനിക്ക് പേടിയായിരുന്നു. കാരണം കളിയാക്കൽ പേടിയുണ്ടാവുമല്ലോ. അത് വിശ്വസിച്ചിരുന്നതായിരുന്നു. പിന്നെ ബേസിക്കലി ഞാനൊരു വർക്കോളിക്കായിട്ടുള്ള പേഴ്സണാണ്. അതെനിക്ക് തോന്നുന്നു നസീർക്ക് അങ്ങനെ തന്നെ. കണ്ടിന്യൂസ് ജോലി ചെയ്തിട്ട് ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ദിവസം നമ്മൾ വിചാരിക്കുക നമ്മളിന്ന് ഉഴപ്പണുള്ളത്, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ജോലി ചെയ്യുന്നതുകൊണ്ടും പ്രവർത്തിക്കുന്നതുകൊണ്ടും ഇനിയും മുന്നോട്ട് പോകുന്നത് തന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇനിയും അങ്ങനെ പോകും. ഇതൊന്നും ആയിട്ടില്ല, എൻ്റെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇനിയും പോകും. പിന്നെ എന്നെ മറ്റേ മെൽ ഗിബ്സനും ജെയിംസ് ക്യാമറോണും ചീത്ത പറയണ്ടേ? അതുകൊണ്ടോ? പിന്നെ അവര് ചീത്ത പറയണ്ടേ? ചീത്ത പറയാനാണോ? അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഇട്ട് കൊടുക്കാം. അവതാരം കൊള്ളൂല എന്ന് മലയാളത്തിലൊരു നടൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ദുഷ്ടൻ അയാൾക്ക് മെയില്. അപ്പൊ അയാൾ എന്റെ ചീത്ത. അങ്ങനെയല്ല ബിബിൻ ജോർജിന്റെ ആഗ്രഹം മെൽ ഗിബ്സന്റെ ചീത്ത കേൾക്കണം. അല്ല, അതിന് ഞാൻ എപ്പോഴും പറഞ്ഞൊരു തിയറി ഉണ്ടല്ലോ, നമ്മുടെ ഈ ലോകം ഉണ്ടല്ലോ, നമ്മളെ വെറുതെ വിടാൻ പോലുള്ള എന്തായാലും നമ്മുടെ ചുറ്റിപ്പറ്റുള്ളവർ നമ്മളെ കുറ്റം പറയും. അപ്പൊ ഈ പറയുന്ന ആളുകളുടെ വലിപ്പം കൂട്ടാനേ പറ്റുള്ളൂ. നമുക്ക് കുറ്റം പറയുന്ന ആളുകളുടെ വലിപ്പം കൂട്ടാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഇന്നിപ്പോ ഇവിടെ നസീർക്കാണ് കുറ്റം പറയണമെങ്കിൽ അല്ലല്ല, നസീർക്ക് ഇപ്പൊ എന്നെ പറയാതെ നാളെ നമുക്ക് വേറെ ആളുകളാകും. അങ്ങനെ അതേ ഉള്ളൂ ചെയ്യാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ കോമഡിക്ക് ആ കുറ്റം പറയാന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. ചിലർക്ക് നല്ലത് പറയുമ്പോൾ സന്തോഷം കിട്ടും, ചിലർക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ ഒരു സന്തോഷം കിട്ടും. അവരുടെ സന്തോഷമാണല്ലോ മുഖ്യം. ഷാജോന്റെ ഏതോ പടത്തിൽ ഡയലോഗ് പോലെ അതൊന്നും എനിക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്കൊരു അതുണ്ട് എന്ന് പറഞ്ഞ പോലെ ഉള്ളത്. ഇവരെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യണേ. അതൊക്കെ എന്നാ അറിയോ, അതൊക്കെ ഹൈദരാലിയുടെ ഒരു ആദ്യമേ ഇവരോട് ചോദിച്ചാല് ഇവരുടെ ഉള്ളില്
ഇതൊക്കെ എന്താ എന്നോട് ചോദിക്കാൻ ഞങ്ങൾ ഇത്രയും സുന്ദരികളായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നിട്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു ഇതന്നെ അത്രയും പെണ്ണുങ്ങളോടൊന്നും അത്രയും ഇഷ്ടം ഉണ്ടാവില്ല. അതൊക്കെയാണ് പുള്ളിയുടെ മനസ്സിൽ. ഇതൊക്കെ പൊളിച്ചടിക്കും കാര്യം അങ്ങനെ ഒരു പ്രശ്നമേ എനിക്കില്ല. പിന്നെ ഇപ്പം ഇടതുപക്ഷത്തിന് 2 പേര്, വലതുപക്ഷത്തിന് 2 പേര്. അപ്പൊ ഞങ്ങളാ BJP അല്ല, അവിടെ നിൽക്കട്ടെ. ഇവിടെ 3 ഇപ്പം പ്രദേശ 3 സ്ത്രീകൾ ഇരിപ്പുണ്ട്. ഇതിൽ നായിക ആരാണ്? നായിക ദേ ഇരിക്കുന്ന ആളാണ്. ഇത് നായികയുടെ അമ്മ, നായികയുടെ അനിയത്തി, ഒരു കുടുംബമാണ്. ഒരു കുടുംബമായിട്ട് ഇറങ്ങിയേക്കുവാ. കുടുംബമായിട്ട് ഇറങ്ങിയതാണ്. ഈ ലൊക്കേഷനിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ക ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ബോറടി ഒന്നുമില്ല. ഞങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇതേപോലെ തന്നെ നല്ല വൈബായിരുന്നു. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. വേണ്ടത്ര സിനിമകൾ നമ്മൾ ഉദ്ദേശിച്ചത്ര വേഷങ്ങൾ കിട്ടിയിട്ടില്ല എന്നും എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. പക്ഷെ ചെയ്ത വേഷങ്ങളൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരു കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പം നസീർക്ക് പറഞ്ഞ പോലെ നമ്മൾക്ക് എന്താണോ വരുന്നത് അതിനെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഭംഗിയാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന തൊട്ട് ഞാൻ പൊതുവിൽ ഈ എന്താ പറയുക സെൽഫ് പ്രൊമോഷൻ അങ്ങനെയുള്ള ഒരു സംഭവം എനിക്ക് അറിയത്തില്ല. അത് ശരിക്കും നമ്മുടെ ഈ ഒരു ഫീൽഡിൽ വേണ്ട ഒരു സംഭവമാണ്. പക്ഷെ അതിനെ പറ്റിയിട്ട് അത്ര ഒരു ഇതിലേക്ക് ഞാൻ പോയിട്ടില്ല ഇതുവരെ. പിന്നെ എനിക്ക് കിട്ടുന്നത് ദൈവാധീനം, അത് നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സ്വർഗം ആനന്ദ് ശ്രീബാല ഇതൊക്കെ ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ അത് കിട്ടുന്ന വേഷം നന്നാക്കുക. അത് ഇന്ന വേഷം അങ്ങനെയല്ല, അത് നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് നന്നാക്കുക, അത്രയേ ഉള്ളൂ. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്? ഇതിൽ രാഹുൽ വിളിച്ചിട്ട് തന്നെയാണ് റൈറ്റർ. പിന്നെ ഉബൈനി സാറിനെ അറിയായിരുന്നു. ഞങ്ങൾ പ്രഹരം എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മുതൽ ഉബൈനി സാറിനെ അറിയായിരുന്നു. അങ്ങനെ വന്നതാണ്. അതിൽ രാഹുൽ തന്നെയാണ് മുൻകൈ എടുത്ത് വിളിച്ചത്. രാഹുൽ കല്യാണം തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രൊജക്റ്റ്. രാഹുൽ കല്യാണും അനുക്കുട്ടനും എന്ന് പറയുന്ന 2 പേരുടെ കഠിന പ്രയത്നത്തിൻ്റെ. ഞാൻ എപ്പോഴും വിൽക്കാനോട് കാര്യം പറയും. എന്നെ സംബന്ധിച്ചിടത്തോളേ ഞാൻ എൻ്റെ സ്വയം വിചാരം എന്നെപ്പോലെ പണിയെടുക്കുന്ന ആരും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരം. പക്ഷെ ഞാനങ്ങനെ കണ്ടേക്കണത് എന്നെക്കാളും ഇതല്ല, എന്നെക്കാളും ഒരു 100 ഇരട്ടി പണിയെടുക്കുന്ന ഒരാളെ രാഹുൽ കല്യാൺ. രാഹുലോ? ഇവർ രണ്ടുപേരും. രാഹുല് ഒരു ഭയങ്കര ഒരു രക്ഷയില്ല അല്ലേ? വയ്യാണ്ടിരുന്ന സമയത്ത് പോലും ആള് റെസ്റ്റ് എടുക്കാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇതിന്ന് ഇന്നിങ്ങനെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അയാളുടെ ഒരു അധ്വാനം ചില്ലറയല്ല. രാഹുലായിട്ട് അനുകൂട്ടൻ 2 പേരും ഞാൻ പറയായിരുന്നു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉറപ്പാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നായികയോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ല. മതിയായില്ലേ? ലവ് സീക്വൻസ് റൊമാൻസ് ഒക്കെ ചന്ദൂനാന്നേ, അതുകൊണ്ട് അവക്കൊന്നും പറയാനൊന്നും ഉണ്ടാവില്ല. സത്യം, ഞങ്ങള് തമ്മില് ഈവൻ ഹീറോ ഹീറോയിൻ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് അത്രയ്ക്ക് ഉള്ള ലവ് സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉള്ളത് എന്നെ പട്ടിയെ തല്ലണ പോലെ തല്ലുന്നത് കാണുക, അവിടെ വന്ന് ഞാൻ അത് കണ്ട് സന്തോഷിക്കുക. സോ എനിക്ക് 3 പേരുടെയും കൂടെ ഇതുണ്ട്. പക്ഷെ എനിക്ക് ചന്ദ്രന്റെ കൂടെ അധികം ഉണ്ടായിരുന്നത് വിപിൻചേട്ടൻ്റെ കൂടെ അധികം ഉണ്ടായിരുന്നില്ല. ആർക്കാണ് പോകുന്നത്? 3 പേര് സത്യത്തിൽ 3 പേരാണ് ഹീറോ. ഷൈൻഡോ ചാക്കോ, ചന്തുനാഥ്, ഞാൻ. അത് ആർക്കാണ് ഈ പറയുന്ന നറുക്ക് വീഴുന്ന ആർക്കാണ്? ഭാഗ്യക്കുറി അടിക്കുന്ന ആരാന്ന്, ശുക്രൻ തെളിയുന്ന ആർക്കാന്ന് സിനിമയോട് തീരുമാനിക്കും. നായിക ആയിട്ട് ആദിപ്രസാദിനെ പോലത്തെ ഒരു വലിയൊരാളെ. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കൂടെ? ആദ്യം നല്ലതാണ്, ആദ്യം നല്ലതായിരുന്നു, പിന്നെ കൊള്ളൂല. പോയി. അങ്ങനെയല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം ചേട്ടന് വലിയ താല്പര്യം, പിന്നെ ഭയങ്കര കമ്പനി. ആദ്യം കൊള്ളായിരുന്നു, പിന്നെ കൊള്ളില്ല. അല്ല, എനിക്ക് അവസാനം പാട് ചേട്ടനോട് ഭയങ്കര കാര്യമായിട്ട് ഇഷ്ടമായില്ല. അങ്ങനെ പലതും പറയും കേട്ടോ, അതൊന്നും പോയി വീഴല്ലേ മോളെ. ഞാനൊക്കെ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് ആദ്യം പറഞ്ഞു. ആദ്യം എനിക്ക് അത് അവിടെ തന്നെ അത് തന്നെ പറഞ്ഞു. ആദ്യം ഇവൻ അത്ര സ്വീകാര്യതല്ലായിരുന്നു, പിന്നീടാണ് ഇഷ്ടമായത് അഭിനയത്തില്. ആളെന്നോട് ചോദിക്കാണ് ഞാൻ ഭയങ്കര എന്താണ് നല്ലതായിരിക്കണേ. ഇവന്റെ മുഖം മാറി. അതായത് ആളെന്നോട് ചോദിക്കാന്ന് പറഞ്ഞ തൊട്ടേ
ഇവന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം. അത് എന്നിട്ടൊരു പോസും ആ പോസിൽ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി. ശ്രദ്ധിക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അതല്ല, നസീർക്ക് ഇത് പേടി. ഞാൻ ആ ചോദ്യം കേട്ട് പേടിച്ചു പോയി. എന്നോട് ചോദിക്കാണ്, നിനക്ക് ഈ ലൈക്ക് 3 പേര് ഇഷ്ടപ്പെടാനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കില്ലേ സെലക്ട് ചെയ്ത്. ഉണ്ടോ? ആ ഉണ്ട്. ആക്ച്വലി എന്താ അത് മനസ്സിലായോ? ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന 3 പേര് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല. അവര് കേട്ടെന്നറിയോ, ഈ 3 പേരോട് അഭിനയിക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ? അങ്ങനെയൊക്കെ നീ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് correct, അതാണ് correct. നീ അത് ശ്രദ്ധിക്കണം, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ. correct. ആ വാക്ക് അങ്ങനെ വളച്ചൊടിച്ചാ പുള്ളിയുടെ അതായിരുന്നു കേട്ടോ, മനസ്സിലതായിരുന്നു. പക്ഷെ ചോദിച്ച വേറെ രീതി, മനസ്സിലതായിരുന്നു. എന്റെ പൊന്നേ, നീയല്ലേ പറഞ്ഞത് ഇന്റർവ്യൂ ഇരിക്കുമ്പോ അത് വൈറലാവണമെന്നാണ്. ആ WWF എന്നെ എന്തായാലും എല്ലാത്തിനും യോഗ്യത ഉണ്ട്. ഇനി ഒന്നും വേണ്ട, സർട്ടിഫിക്കറ്റ്. ഒരുപാട് നാളത്തെ ഒരു കഷ്ടപ്പാടും ആഗ്രഹമാണ് ഇങ്ങനെ ഒരു നല്ല മൂവിയുടെ പാർട്ടാണെന്നുള്ളത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പടം കണ്ടതാണ്, ഞങ്ങളൊക്കെ കണ്ടതാണ്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൂപ്പരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോരെ, ഒരുപാട് സന്തോഷം. ഇവര് കണ്ടു, ഇവര് സിനിമ കണ്ടോണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞത്. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലല്ലോ. അവരുടെ ലൈക്ക് അവരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പിന്നെ, സന്തോഷമാണ്. കാരണം ഞാനൊക്കെ മോഡലിംഗ് ചെയ്ത് അങ്ങനെ ചെറുത് സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം അതിന്റെ ഒരു എത്ര സിനിമയായി? ഞാൻ തമിഴില് ചെയ്യുന്നുണ്ട്, പിന്നെ മലയാളത്തിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇപ്പൊ ചെയ്യണം. മെയിനായിട്ട് ഇപ്പൊ ചെയ്തു. ഇനി അങ്ങ് തുടരാൻ പോവാണ്. ഇനി ശുക്രൻ തെളിഞ്ഞ് പിന്നെ തെളിയട്ടെ, വരട്ടെ അല്ലേ? അതെ, അപ്പൊ വിവിനൊക്കെ വിളിച്ചാ പിന്നെ പോണം കേട്ടോ നായിക. തീർച്ചയായിട്ടും. ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ ബെറ്റർ ആവും. അങ്ങനൊക്കെ പറഞ്ഞു തരുമോ? ഞാൻ അത് എപ്പോ പറഞ്ഞു? അങ്ങനൊക്കെ പറഞ്ഞു തരുമോ? നമ്മുടെ അടുത്ത് ഇവർ ഇതൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ എന്നും രാവിലെ തൊട്ട് വന്ന് അഭിനയിക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. പറയാൻ പറ്റൂല, കാരണം എന്റെ മോശം അഭിനയമായതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഞാൻ ഉപദേശിക്കണം ശരിയല്ലോ. ഇക്ക പറഞ്ഞ സാധനങ്ങൾ ഞാൻ ഇവരോട് ചെന്നിട്ട് ഷെയർ ചെയ്യുന്നു. അല്ല, നേരത്തെ ചോദിച്ച പോലെ ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഇപ്പൊ നമ്മുടെ ഈ റിയൽ ലൈഫിലുള്ള ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനും ഇവനും തമ്മിൽ ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അപരിചിതത്വം തോന്നിയില്ല. അത്രയും ബോണ്ടിങ് വേണ്ട രണ്ട് ക്യാരക്ടറാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ഒരു സീൻ എടുത്ത് 1-2 സീൻ കഴിഞ്ഞാലായിരിക്കും നോർമലി നമ്മളൊന്ന് സിങ്കായി വരുള്ളൂ. പക്ഷേ ഇത് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അതങ്ങ് സിങ്കായി എന്നുള്ളതാണ്. നമ്മൾ പോയിട്ട് മോണിറ്റർ പോയി സീൻ കാണുമല്ലോ, സീൻ കാണുമ്പോൾ എല്ലാവരും ആ ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ റിയൽ ലൈഫിലുള്ള ഒരു സൗഹൃദം കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. അതെ, അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ അഭിനയിക്കാത്ത അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്ത ഒരു ആക്ടറുടെ കൂടെ നമ്മൾ ആദ്യം ഷെയർ ചെയ്യുമ്പോൾ 2 പേർക്ക് ഉള്ളിനുള്ളിലുണ്ടാവും. നമുക്ക് മാത്രമല്ല, അവർക്കും ഉണ്ടാവും. അവർ ആ 2 പേരും കാണിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. റഹ്മാനിക്ക് എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. ആക്ടർ റഹ്മാനിക്കല്ലേ, അപ്പൊ റഹ്മാനിക്ക ഫസ്റ്റ് വന്ന സമയത്ത് 2-3 ദിവസമൊക്കെ ഭയങ്കര ഇതില പുള്ളി വേഗം കാരമല പോലെ തിരിച്ചു വന്ന് ഡയലോഗ് ഭയങ്കര. അപ്പൊ ദൈവമേ, കോമഡിയാണ് ചെയ്യേണ്ടത്, പുള്ളിയായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണം. കൗണ്ടറൊക്കെ പറഞ്ഞ പുള്ളി ചിരിക്കുവോ ഒന്നും അറിയാൻ പാടില്ല. പുള്ളിയപ്പോ ഭയങ്കര ഇപ്പൊ അവസാനം ഞങ്ങൾ തമ്മിൽ എവിടെയോ ഒരു തമാശയില് ഞങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടി കമ്പനിയായി. പിന്നെ അറിയാലോ ഞാനായിട്ടുള്ള ബോണ്ട് ഭീകരമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇക്ക റഹ്മാൻക്ക ഞാനാകെ ടെൻഷനായിരുന്നു, ഇക്കടെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര പേടിച്ച് നിൽക്കണായിരുന്നു. മറ്റേതെന്ന് പറഞ്ഞപ്പോ ഇക്ക ഞാൻ ആദ്യം 3 ദിവസം ടെൻഷൻ അടിച്ചിട്ടാ നിന്നോടൊക്കെ മിണ്ടാത്ത. നമ്മളൊന്നും വിചാരിക്കട്ടെ പുള്ളി സ്റ്റാർ ആയതുകൊണ്ട് അതല്ല, പുള്ളി പറഞ്ഞ് നിങ്ങൾ പുതിയ ആളുകൾ നിങ്ങളുടെ മുമ്പിൽ ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നത്. ഇതേ അവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഇവരുടെ കൂടെ എന്തെങ്കിലും തെറ്റിയ വഴക്ക് പറയോ അല്ലെങ്കിൽ ശരിയാവോ എന്നൊക്കെ എല്ലാവരും. പെൺകുട്ടികള് പൊതുവെ വഴക്ക് പറയാറില്ല. ഇല്ല പെൺകുട്ടികളാണ് ഇവനെ സാധാരണ വഴക്ക് പറയാറുള്ളത്. അതിനുള്ളത് ഞാൻ ഒരുക്കും. സത്യം, അതാണ് സത്യം. ആര്യനോട് ചോദിക്കുക, എനിക്ക് കുട്ടികളെ ഉപയോഗിക്കാൻ എന്ത് ഈ പറഞ്ഞാണ് സത്യം. പെൺകുട്ടികള് വഴക്ക് പറയില്ല, അത് പൊതുവെ അങ്ങനെയാണ്. ആ കുട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കുട്ടിയും ആ കുട്ടിയൊക്കെ നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള കുട്ടികളാണ്. പിന്നെ ബാഡ് ബോയ്സ് മനസ്സിലായില്ലേ ആ പാട്ടില്ലേ? അപ്പൊ ആ കുട്ടിക്കും ഈ കുട്ടിക്കും പേടിയില്ലായിരുന്നു, നിങ്ങളെ പോലെ ആയിരുന്നു അല്ലേ? പേടിയില്ല അഭിനയിക്കാനോ?
അല്ല നേരത്തെ പരിചയമുണ്ട്. നേരത്തെ പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ സെറ്റിൽ ഇങ്ങനെ ചേട്ടനും പിന്നെ എനിക്ക് സീൻസ് കുറവാ. ഒന്ന് രണ്ട് സീൻസ് എന്തോ അത് രക്ഷപ്പെട്ടു. പക്ഷെ ചേട്ടൻ ഉണ്ടാവുമായിരുന്നു സെറ്റിൽ എപ്പോഴും. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഒക്കെ ഉള്ളപ്പോ പോയി ചോദിക്കും ചേട്ടാ. നിങ്ങളോട് ഞാനും എന്റെ സീനൊന്നും ഇവനെ കാണത്തില്ല. ചേട്ടന് ഡൗട്ടിന്റെ ആവശ്യമില്ലല്ലോ, ചേട്ടൻ ഭയങ്കര ഇവന് ഡൗട്ട് ഉണ്ടായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കണേന് എനിക്ക് ഡൗട്ട് ഇവൻ എന്തിനാ അവിടെ പോയിരിക്കുന്നു, ഇവൻ ആ സീനില്ല, പിന്നെ എന്തിനിരിക്കുന്നു, എന്തിനാ അവിടെ പോയിരിക്കുന്നു, അങ്ങനെ ഡൗട്ട് എനിക്ക് ഇപ്പൊ അത് ക്ലിയർ ആയി. ക്ലിയർ ആയില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ടോട്ടലി ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഒരു ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ബാഡ് ബോസ് ആയിട്ട് എൻ്റെ സെക്കൻഡ് മൂവി അല്ലേ ഇത്. പക്ഷേ ഓവറോൾ നല്ല രസമായിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണെങ്കിലും പെട്ടെന്ന് ബോണ്ടായി. കാരണം ഞങ്ങൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സീനിൽ തന്നെ ഞങ്ങൾ ഭയങ്കര പെട്ടെന്ന് ബോണ്ടായിട്ട് അങ്ങനെ ഭയങ്കര പ്രശ്നം. നിങ്ങൾ തമ്മിലാണ് കൂടുതൽ സീനുള്ള? എനിക്ക് പിന്നെ തുഷാർ ചേച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ടല്ലോ, അമ്മയല്ലേ? അമ്മയമ്മ ഉണ്ടാവല്ലോ വീട്ടില്. അതെ അതെ, അമ്മയായിട്ട് സീനുകൾ വേണമല്ലോ. ഉണ്ട്. ഇതിലെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ശാലിനി. ശാലിനി. ശാലിനി ഈ ചേച്ചിയുമായിട്ട് ചേച്ചിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുമായിരുന്നു? ഇടപെടുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ്. അതെ, ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് വൈബ്സ്. അമ്മയോടും പറയായിരുന്നു കഥകൾ? അമ്മയോട് പറയില്ല, അമ്മ ഇച്ചിരി സീരിയസ്. അച്ഛനാണ് അതെ, അച്ഛനായിട്ടാണ് ഭയങ്കര അച്ഛനാരായിരുന്നു? സഞ്ജു ചേട്ടൻ. ഓരോ ലൊക്കേഷനിൽ പോകുമ്പോൾ പല പല ആളുകളുമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പല ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും കണ്ടുമുട്ടും. അവിടെ നിന്നൊക്കെ പല കാര്യങ്ങളും നമ്മൾ കേട്ട് പഠിക്കാറുണ്ട്. അങ്ങനെ കേട്ട് പഠിച്ച നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നീട് ഫലം കണ്ടിരിക്കുന്ന ആര് പറഞ്ഞതായിരിക്കും? അങ്ങനെയല്ല, നമുക്ക് നല്ലത് ആര് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് സ്വീകരിക്കും. അല്ലാതെ ഇന്നാള് പറയുന്നത് അങ്ങനെയല്ല. അത് നല്ലതും ചീത്തയാണെന്ന് ആരാ ജഡ്ജ് ചെയ്യുന്നത്? അത് നമ്മൾ തന്നെയാണ്. അപ്പൊ അത് നല്ലതാണോ ചീത്തയാണോ ഇങ്ങനെ അറിയാം? അങ്ങനെയല്ല, നമ്മൾക്ക് ഇപ്പം ചിലപ്പോ അവര് ഉദ്ദേശിക്കുന്നത് നല്ലതാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് തെറ്റാണെങ്കിലും ഇങ്ങനെ ഒന്നും ചോദിക്കരുത്. അങ്ങനെയല്ല, സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ആര് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഏറ്റവും ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായമല്ലേ അവള് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ. ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞോട്ടെ. ഇടയ്ക്ക് ഞാൻ കുറെ പോലീസ് വേഷങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ ചുമ്മാ ആൾക്കാർ കാണുമ്പോ അടുത്തോടത്തോളം പോലീസാണോ എന്നൊക്കെ ചോദിച്ചത് അങ്ങനെ ചോദിക്കും ചിലതിങ്ങനെ. ഏതാ പോലീസാണോ, പോലീസ് എപ്പോഴും പോലീസാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്ക് പറയുമല്ലോ. അപ്പം ഞാനിത് അങ്ങനെ കുറേ ഇടയ്ക്ക് 1-2 പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ട, ഒരു അടുപ്പിച്ച് പോലീസ് ആകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് അപ്പിയറൻസ് ഒക്കെ വേണം. ഇപ്പം തലവൻ്റെ അകത്തൊക്കെ നമുക്കൊരു വേറെ ലുക്ക് ഉണ്ട്, അന്വേഷിപ്പൻ കണ്ടത്തിൻ്റെ അകത്ത് നമുക്കൊരു മേക്ക് ഓവർ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ നമ്മളൊരു സ്ഥിരം പാറ്റേൺ ഒരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലാത്തതാകുമ്പോൾ നമുക്കത് ഗുണമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആനന്ദ് ശ്രീബാലയുടെ സെറ്റ് വെച്ചിട്ട് നടൻ സിദ്ദിഖായിട്ട് സംസാരിച്ചു. ഞാൻ സിദ്ദിഖ ഈ പോലീസ് വേഷം കുറേ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ സിദ്ദിഖ പറഞ്ഞു, അതിനെന്താ മോനെ, അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോടാ വിളിക്കുന്നത്. ഇവിടെ എത്ര നടന്മാരുണ്ടാവും, അവരെത്ര പേര് ഇതിന് വിളിക്കുന്നുണ്ട്. പിന്നെ ഈ കുറ്റം പറയുന്നവർക്ക് അത് പറയാനേ പറ്റുള്ളൂ, അവർക്കൊരു വേഷം മേടിച്ച് തരാൻ പറ്റുള്ളൂ. ഒരു വലിയ പോയിന്റാണ്. അപ്പോൾ അതിൽ നല്ലത് ചീത്തയെന്ന് ചോദിച്ചതിന് മറുപടി അതൊരു നല്ലതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് അത്രയും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റ് എത്രയോ പടത്തിൽ പോലീസ് വേഷം ചെയ്തിട്ടുള്ള അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ കറക്റ്റാണ്. നമ്മൾ മറ്റുള്ളവരെ നോക്കി പോകേണ്ട കാര്യമില്ല, അവർ പറഞ്ഞോട്ടെ. നമുക്ക് നമ്മുടെ തൊഴിൽ ഇതാണ്, നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, അതാണ് നമ്മുടെ വരുമാനം. അപ്പം നമുക്ക് അതിനകത്ത് നോക്കേണ്ട കാര്യമില്ല, കിട്ടുന്ന വേഷം ഏറ്റവും മനോഹരമായി ചെയ്യാന്നുള്ളത്. അപ്പം ബിബിനെ സംബന്ധിച്ച് ബിബിന് ഇപ്പം നായക വേഷങ്ങളിൽ മാറി വരെ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയാറുണ്ട്, ബിബിൻ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, ഹൈദരാബാദ് ഞാൻ കഥാപാത്രം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയാറുണ്ട്, ബിബിനോട് ചോദിച്ചു നോക്കി, അല്ലെങ്കിൽ ബിബിനോട് ഞാൻ പറയാറുണ്ട്, ഹീറോ വേഷം മാത്രം ഫോക്കസ് ചെയ്യരുത്, അല്ലാതെയുള്ള പടങ്ങളിൽ നല്ല പടങ്ങളുടെ ഭാഗമായി നീ ക്യാരക്ടർ വേഷം കൂടെ ചെയ്യണം, അതിൽ വില്ലൻ ചെയ്യണം, അങ്ങനെ പല ടൈപ്പ് ചെയ്യണം, അത് വേണം. അല്ല, ഹീറോ മാത്രം ഫോക്കസ് ചെയ്യരുത് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അതെന്താ ചിലപ്പോൾ അയാൾക്ക് അത് പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഞാനൊരു ഓഡിയനായിട്ടാണ് പറയുന്നത്. അല്ല, ഞാൻ അങ്ങനെ തന്നെ അല്ലേ പിന്നെ ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ഗുമസ്തലിൽ എനിക്ക് ആകെ 10 മിനിറ്റിന്റെ വേഷമുള്ളൂ, പക്ഷെ അത് എന്ത് നല്ല വേഷമായിരുന്നു. ബാഡ് ബോയ്സിന് ഞാൻ ഹീറോ അല്ലല്ലോ. അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇക്ക പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഒരു ഹീറോ പരിപാടി ചെയ്യും. അതെന്ന് പറയുന്നത് അത് എന്റെ എത്തിക്സിന് ഞാൻ എന്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. ഞാൻ ഒരുപാട് പേര് റെപ്രസെന്റ് ചെയ്യുന്ന ആളായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് അതും വേണം. ഞാൻ പറയുന്ന ബാക്കിയെല്ലാം പോകുമ്പോഴും ഒരെണ്ണം അത് വേണം, ഉറപ്പായിട്ടും വേണം. അതുകൊണ്ട് മാത്രം
അത് ചെയ്യുകയും ചെയ്യണം. അത് ചെയ്യും പിന്നെ നമ്മളും അങ്ങനെ കാണാനല്ല. നമ്മൾ അതേ ചെയ്യൂ എന്ന് പറഞ്ഞ് വാശി അങ്ങനെ പിടിക്കുന്നില്ല. ഇല്ല. അതാണ് ഏറ്റവും വലിയ അതിലില്ല ഉദാഹരണം. എനിക്ക്. ഏറ്റവും വലിയ ഉദാഹരണം ഗുമസ്തല്ല പറഞ്ഞു. ഗുമസ്തന്റെ ക്യാരക്ടർ ചെറിയ റോളാണ്, പക്ഷെ ആ സിനിമ കൊണ്ടുപോവാണ്. അതെ അതെ, ആ സിനിമ വിപിന്റെ കൈകൾ ഭദ്രമായിട്ട് കൊണ്ടുപോവാണ്. അതെ. അപ്പൊ അങ്ങനത്തെ വേഷങ്ങൾ കൈകളിലെല്ലാം ഭദ്രമല്ലേ? 100%. അതെ. ജാഗറിന്റെ കൂട്ടത്തില് ചിമ്പാൻസിനെ അടിച്ചിരുന്നുണ്ടോ? എന്തെങ്കിലും അടിച്ചിരുന്ന അല്ലേ? ഒറാങ്കുട്ടനെ എന്തിനാണ് ഞാനിങ്ങനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ആ ഞങ്ങള് തമ്മിൽ അങ്ങനെ തന്നെയാ. അല്ല നിങ്ങൾ ഇത് അവിടെ ആ ബമ്പർ സീൽ ഇരുന്നിരുന്ന് ഇപ്പൊ ഇങ്ങനെ ആയി. അതെ, തിരുവരണം അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് അപ്പൊ തന്നെ പറയും. കൗണ്ടറുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ഇപ്പോൾ ഉള്ള ഒരു യാത്ര വലുതാണ്. എനിക്ക് തോന്നുന്നു പെയിന്റിങ്ങിൽ വളരെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി പെയിന്റിങ് ചെയ്തിട്ട് ഒരാൾക്ക് കൊടുക്കണമെന്ന് തോന്നുന്ന ആർക്കായിരിക്കും? ആർക്കാണെന്നറിയില്ല. എനിക്ക് ഒരെണ്ണം കിട്ടിയേക്കൊള്ളാന്നുണ്ട്. വീടിന്റെ പെരതാമസം വന്നിട്ട് ഒരു ലൈറ്റ് പുള്ളിക്ക് പറഞ്ഞു അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റിന്റെ ആ ബൾബ് കത്താൻ തുടങ്ങിയിട്ട് ഇപ്പൊ 4 മാസമായി. ഇതുവരെ ആ ഫോട്ടോ അടിയിൽ വന്നിട്ടില്ല. അതാണ് ആ ഫോട്ടോ എനിക്ക് കിട്ടണം. ആ ലൈറ്റ് കൊതിക്കണം. ലൈറ്റ് കൊതിക്കാൻ ലൈറ്റായിട്ട് കൊതിച്ചാൽ മതി. അല്ല, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൽ സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് വേറൊരു ഒരു കോൺസെൻട്രേഷൻ വേണം. ഇപ്പം നമുക്കതില്ല. ഇപ്പം സിനിമകൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ പുറകെ ഉള്ളൊരു യാത്രയിലാണ്. കാര്യം വരച്ചു വെച്ചിരിക്കുന്ന ഒരു 100ഓളം ചിത്രങ്ങൾ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അത്രയും വലിയ പെയിൻറ്റിങ്സ് ആണ്. അതെല്ലാം നമ്മളിത് പൂപ്പലെടുക്കാതെ നശിച്ചു പോകാണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സിംഗ് ആണ്. വിൽക്കാനൊട്ട് തോന്നുന്നില്ല. അങ്ങനെയല്ല, അതങ്ങനെ ഇപ്പം മാർക്കറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, മനസ്സിൽ മുഴുവൻ സിനിമയേ ഉള്ളൂ. നല്ല വേഷങ്ങൾ ചെയ്യുക, നല്ല സിനിമയുടെ ഭാഗമാകുക, അതിൻ്റെ ചർച്ചകൾ മാത്രമേ ഉള്ളൂ ഇപ്പം നടക്കുന്നത്. ഒരു ഡയറക്ഷനിലേക്ക് ഇത് നോക്കിയായിരുന്നു. ഇപ്പോൾ ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ, അഭിനയിക്കുക എന്നുള്ളത്. ആ ഡയറക്ഷനിലേക്കുള്ള പോക്കാം. അല്ല, അങ്ങനെ ഒരു സിനിമ ഡയറക്ഷൻ അതൊക്കെ ഉണ്ടായിരുന്നു, ആഗ്രഹങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇരിക്കുന്നതിന് മുമ്പാണെങ്കിലും നമ്മളൊരു പടം ചെയ്യണം, അതൊരു നല്ല പടമായിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനെല്ലാം കൂടെ ഒത്തുവരണം. അതിനുവേണ്ടി ഒരു വലിയ ഹ്യൂജ് ടൈം നമ്മൾ മാറി നിൽക്കണം. അതെ അതെ, അത് വേണം. ഒരു സിനിമ ഇനിയിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയായിരിക്കണം. അപ്പോൾ അത്രയും സമയം നമ്മൾ അഭിനയത്തിൽ നിന്നൂടെ മാറി നിൽക്കേണ്ടത്. ഇപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിപരമായ നീക്കമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് ഇടയ്ക്ക് വെച്ച് സിനിമകൾ കുറഞ്ഞു തുടങ്ങിയായിരുന്നു. നസീർക്കാർക്ക് കുറഞ്ഞു തുടങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു. പിന്നീട് നസീർക്കാട് ഒരു വലിയ വരവായിരുന്നു. അച്ഛൻ വേഷങ്ങളുടെ വലിയൊരു തിരിച്ചു വരവ്, പോലീസ് വേഷം, റോഷാക്കോട്ട് തന്നെയാണ് കേട്ടോ, ഒരു വലിയ തിരിച്ചു വരവാണത്. ആ വരവ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് അത്രമാത്രം ഇഷ്ടമുള്ളതുകൊണ്ടാണ് സംവിധായകർ വിളിക്കുന്നതും പ്രൊഡ്യൂസർ വിളിക്കുന്നതും. പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും നസീർക്ക പോയിട്ടില്ല എന്നുള്ള തെളിവാണ്. ആ റോഷാക്ക് വന്നില്ലായിരുന്നെങ്കിൽ ചിന്തിച്ചിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻ്റർവ്യൂവിന്, ഞാനിതെല്ലാം വെച്ച് കെട്ടിയിട്ട് ചിത്രകാരൻ എന്ന് പറയുന്ന ഒരൊറ്റ റോളിലേക്ക് ഒതുങ്ങാൻ വേണ്ടി ഇരുന്ന സമയത്താണ് എന്നെ നിസാം ബഷീർ വിളിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയധികം ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് നിന്നൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ പിന്മാറാൻ നോക്കുമ്പോൾ പ്രകൃതി അതിനെ അനുവദിക്കില്ല. അതെൻ്റെ ജീവിതത്തിൽ നിന്നല്ല, ഒരുപാട് പേരുടെ ജീവിതത്തിലുണ്ടായിരുന്ന കാര്യമാണ്. സത്യസന്ധമായ കാര്യം. കാരണം അതിനെ നമ്മൾ ചതിച്ചിട്ടില്ലല്ലോ. സിനിമ ഇഷ്ടപ്പെടുകയും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരല്ലേ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏത് വലിയ നടനെയും ഒരിത്തിരി ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊരു വരവുണ്ട്. ജഗദീഷേട്ടൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കുക. ജഗദീഷേട്ടൻ അത്രയും നിറഞ്ഞു നിന്ന സമയത്താണ് ഒരു ചാനലിലേക്ക് അദ്ദേഹം പോകുന്നത്. അപ്പൊ ചാനലിൽ ഡെയിലി കാണുന്നുണ്ട് അദ്ദേഹത്തിന്. എത്ര കൊല്ലം, 9 കൊല്ലം 10 കൊല്ലം ചാനലിൽ ഇരുന്ന് ഡെയിലി കണ്ട മനുഷ്യനാണ്. ആ മനുഷ്യൻ വീണ്ടും മലയാള സിനിമയിലേക്ക് അഭിനേതാവ് എന്നുള്ള രീതിയിൽ അതുവരെ കാണാത്തൊരു ജഗദീഷേട്ടനുമായിട്ട് തിരിച്ചു വന്നത്. എന്നാൽ ഇത്രയും നാൾ കണ്ടെങ്കിൽ ബോറടിക്കേണ്ട ആളുകൾക്ക് അതും ഉണ്ടായില്ല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് തിരിച്ചു വരും. ഇക്ക പറഞ്ഞ പോലെ നിർത്തിക്കൂല. എന്റെ അപ്പം മരിച്ച സമയത്ത് ഞാൻ അന്ന് ചാനലിൽ എനിക്ക് തോന്നുന്നു സൂര്യയില് എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. 3 പ്രോഗ്രാമാണ്, ആടാപാടം, കളിഞ്ചിരി, രസികരാജ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് നിക്കക്കളിയില്ല, ഉറക്കില്ലാത്ത എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം മരിച്ചെടുത്ത് ഞാൻ സ്റ്റക്കായിട്ട് പരിപാടി നിർത്തുകയാണ്. എനിക്കിനി എഴുതാൻ പറ്റൂല, ഞാനിനി ആർക്ക് വേണ്ടി എഴുതുന്നു? എൻ്റെ അപ്പനെ കാണിക്കാനാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. ഇനി അപ്പം പോയി, ഇനി എന്തിന് എന്ന് പറഞ്ഞ് നിർത്തി സ്റ്റോപ്പ് ചെയ്തില്ലേ ചേട്ടാ. ആ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ എറണാകുളം ഗേൾസ് സ്കൂളിൽ 300 രൂപയ്ക്ക് ഡെയിലി വേജസ് പഠിപ്പിക്കാൻ പോയി. ആ സമയത്ത് അമ്മച്ചി ഞാനും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എന്താ എഴുത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് എന്നെ രമേശ് ചേട്ടൻ വിളിക്കുന്നത്. എടാ, ഒരു പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നുണ്ട്, ബെഡായ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട്, നീ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല കേട്ടാന്ന് പറഞ്ഞു. ഞാൻ നിർത്തിയേക്കാം, സിനിമ പണ്ടേ ഇല്ല ചിന്തയിൽ, ഇതുമില്ല. പക്ഷെ ആ ബെഡായ ബംഗ്ലാവ് അമ്മച്ചിനോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു നീ എന്തിനാ വെറുതെ, നീ ഒന്ന് രണ്ടാമത് പേൻ എടുക്കുന്ന പറഞ്ഞ് 2ാമത് പേൻ എടുത്ത പരിപാടിയാണ് ബെഡായ ബംഗ്ലാവ്. ആ പരിപാടിയിൽ നിന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ വന്നാണ് ഈ പറയുന്ന മുകേഷ് ചേട്ടനെ കാണാൻ വന്നാണ് നാദൃഷിക.
ആ പരിപാടിയിൽ വേറെ ഒന്നുമല്ല കേട്ടാ, ഈ പെടായി ബംഗ്ലാവിൽ ഷൂട്ട് കിടക്കുമ്പോൾ എന്നോട് പുറകിന്ന് തോണ്ടിട്ട് ഞാൻ നോക്കി, എടാ നിന്റെ എന്തൊരു കഥയുണ്ടെന്ന് ഷാജോൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഏട്ടന് പറ്റിയതല്ല എന്ന് പറഞ്ഞു. അതല്ല കുഴപ്പമില്ല, നീ ഒന്ന് കേൾപ്പിക്കുന്നു പറഞ്ഞു. ആ കഥയാണ് മറക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞ ദൈവം വിടൂല നമ്മളെ ഒരു തരത്തിൽ, കാരണം അതിനോട് സത്യസന്ധത വേണം, അതിനോട് ആത്മാർത്ഥത. നടൻ വിക്രമിന്റെ കാര്യം, അദ്ദേഹം ഇതുപോലെ ഒരു സമയത്ത് ഗൾഫിലേക്കാണ്ടോ പോകാൻ വേണ്ടി നിന്ന സമയത്താണ് സിനിമയിലേക്ക് വീണ്ടും തിരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിർത്തി പോകാൻ. ലിജോമോൾ അഭിനയം നിർത്താൻ തുടങ്ങിയായിരുന്നു. അഭിനയം നിർത്തി ലിജോമോൾ. അപ്പോഴാണ് ജയ്ബീം വരുന്നത്. അല്ല, ഇത് ഒത്തിരി പേരുടെ അനുഭവം ഉണ്ട് കേട്ടോ, ഒരുപാട് പേരുടെ അനുഭവം ഉണ്ട്. പറയൂ, നിങ്ങൾ പറയൂ. ഞങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടും പറഞ്ഞു കഴിഞ്ഞു. അതാ ഇക്ക പറഞ്ഞ കാര്യം ഞാനത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ആലോചിക്കായിരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് ഇവര് പറയുന്നത് കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം. നമ്മള് കലയിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കലയെ ചതിച്ചില്ല, കല നമ്മളെയും ചതിക്കില്ല. ചതിക്കില്ല, ഉറപ്പാണ്. അതെന്തും തീർച്ചയായിട്ടും എന്റെ പ്രവൃത്തിയാണെങ്കിൽ പോലും എന്തും, അതാണ് ഞാൻ പറഞ്ഞത്, എന്തും നിങ്ങൾ അതിനെ സിൻസിയറായിട്ട് സമീപിച്ചാൽ ഒരു ഘട്ടത്തിൽ അത് പ്രകൃതി നമുക്ക് ഒരുക്കി തരുമെന്നാണ്. അല്ല, എൻ്റെ ഈ മേഖലയിലും ഞാൻ ഇങ്ങനത്തെ പ്രതിസന്ധികൾ പോയിട്ടുണ്ട്. വേണ്ട എന്ന് വെച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ വേണ്ട എന്ന് വീട്ടിൽ ഇരിക്കാൻ 3 ദിവസത്തിനുള്ളിൽ ഇരിക്കാൻ പറ്റില്ല. 4-ാം ദിവസം പോകുമ്പോൾ എവിടെയെന്ന് ചോദിക്കും. ആ ഒരു അവസ്ഥ നമുക്കുണ്ട്, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ. പക്ഷെ വിപിനിപ്പോൾ ഈ പറഞ്ഞ ഒരൊറ്റ പോയിന്റാണ് എൻ്റെ മനസ്സിൽ പോയത്. എല്ലാം നിർത്തി 300 രൂപയ്ക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി പഠിപ്പിക്കാൻ പോയ ഒരു കഥ അല്ലേ? അപ്പം എന്തുമാത്രം അനുഭവിച്ചു. പിന്നെ നസീർക്കൊന്നും അത്ര അനുഭവിച്ചിട്ടുണ്ടാവില്ല. അല്ല, എനിക്ക് എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ മിമിക്രിയിൽ തിളങ്ങി വരുന്ന സമയത്താണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്, 95-ലൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയെക്കാളും കൂടുതൽ ആ ടൈമിൽ തിരക്കുള്ള പ്രോഗ്രാമുകളും അവിടെ ഒരു സിനിമാ നടന് കിട്ടുന്നതിനപ്പുറത്ത് ഫെസിലിറ്റിയും പേയ്മെൻറ്റും ഒക്കെ ആ സമയത്ത് എനിക്കുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ എനിക്കിവിടെ അതിനുള്ള വേഷങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാം പണ്ടത്തെ വേഷങ്ങളൊക്കെ അറിയാമല്ലോ, കുറച്ച് സാധനങ്ങൾ ഉണ്ടാവണം. അപ്പം നമ്മൾ കൂടുതലും ആദ്യം ലൈഫ് സെറ്റിലാവുക എന്നുള്ളതാണ് എൻ്റെ ഫോക്കസ്. ലൈഫ് സെറ്റിലാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഫോക്കസ്, അതായിരുന്നു. അപ്പം ഞാൻ അതിന് മുൻതൂക്കം കൊടുത്തു ആദ്യമേ അവിടെ. പിന്നീടാണ് നമ്മൾ സിനിമയെ തന്നെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്, നല്ല നല്ല വേഷങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയത്. ആ സമയത്ത് ദൈവം അതുകൊണ്ട് തന്നു. ലാലേട്ടൻ പറഞ്ഞല്ലേ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറില്ല, പക്ഷെ ആഗ്രഹിച്ചാൽ കിട്ടില്ല. അല്ല, അത് ദൈവം അനുഗ്രഹിച്ചിട്ട് എനിക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാൽ വലുതായിട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല, എന്നാലും ദൈവം എന്നെ നിരാശപ്പെടുത്താറില്ല. പക്ഷേ ഈ സിനിമ പോലെ തന്നെ നമ്മൾ വിട്ടുമാറിയില്ല, നമ്മുടെ ശുക്രൻ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ശുക്രൻ തെളിയും. അതാണ് അതിൻ്റെ ഏറ്റവും പോയിന്റ്. ശുക്രന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശുക്രൻ എന്നുള്ള വാക്കിൽ നമുക്ക് വലിയ അധികം നെഗറ്റീവ് പറയാൻ പറ്റില്ല. ആരോട് പറഞ്ഞാലും ശുക്രൻ അടിക്കട്ടെ, ശുക്രൻ ഉദിക്കട്ടെ, ശുക്രൻ തെളിയട്ടെ എന്നല്ലാതെ വേറൊരു നെഗറ്റീവ് വാക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്ര നെഗറ്റീവ് ആയ ആളുകളായിരിക്കും. അല്ല, അപ്പൊ അങ്ങനെ ശുക്രൻ തെളിഞ്ഞ ആളുകളാണ് നിങ്ങളെല്ലാം. ആ ശുക്രൻ ഇനിയും തെളിയാനുണ്ട്. തെളിയാൻ ഈ സിനിമയിലൂടെ വീണ്ടും നായിക വരാൻ പോകുന്നു, ശുക്രൻ തെളിഞ്ഞ് വരാൻ പോകുന്നു. നിങ്ങളൊക്കെ ശുക്രൻ തെളിയുന്ന കൂട്ടത്തിലാവുകയാണ്. ഇവരൊക്കെ ശുക്രൻ തെളിഞ്ഞുകൊണ്ടിരിക്കണം. ഇത് ഡബിളായിട്ട് തെളിയാൻ പോവാണ്. തെളിയട്ടെ, എല്ലാവർക്കും തെളിയട്ടെ. അപ്പോൾ ശുക്രൻ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. പ്രേക്ഷകർ ധൈര്യമായിട്ടും സിനിമ കാണാൻ പറ്റും. കാരണം ഇതിൽ ഏറ്റവും വലിയ കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള അതിനകത്ത് ഒരു ലോറിയുടെ ഒരു കഥാപാത്രമുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ ഓർമ്മ, അത് വലിയൊരു കഥാപാത്രമാണ് ഈ സിനിമയിൽ. അപ്പോൾ നിങ്ങൾ ഓർക്കും ലോറി എന്താണ്, പക്ഷെ നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കുമ്പോൾ ലോറി എന്താണെന്നുള്ള മനസ്സിലാവും. അതല്ല എൻ്റെ കറക്റ്റ്. വേറെന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇല്ല, എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ സിനിമ കാണുക. അതെ, അതായത് നമ്മൾ ഒരുപാട് തള്ളിമറിക്കലോ അവകാശവാദങ്ങളോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും ഇനി പ്രേക്ഷകരെ പറ്റിക്കാൻ പറ്റൂല. നമുക്ക് നമ്മുടെ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് പോലെ തന്നെ പൈസ മുടക്കി തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകരോടും അതേ കമ്മിറ്റ്മെന്റ് നമുക്കും വേണം. അപ്പോൾ ഇത് ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയ പടമാണ്. പക്ഷെ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കും. അത് മാത്രമേ പറയുന്നുള്ളൂ. ഉറപ്പായിട്ടും ടിക്കറ്റ് എടുത്ത് കാണുക, കണ്ടിട്ട് സത്യസന്ധമായ അഭിപ്രായം എഴുതുക. സത്യസന്ധമായ അഭിപ്രായം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകളാണ് ഇവരെല്ലാവരും. വിളിച്ചും പറയാവുന്നവരാണ്. വിളിച്ച് പറയുമ്പോൾ കുറച്ച് മയത്തിലായിരുന്നു. പിന്നെ ഇതുകൂടി പറയുക, എപ്പോഴെങ്കിലും വിളിക്കാം. ആദ്യപ്രസാദിന്റെ നമ്പർ സ്ക്രോളിംഗ് ആദ്യയുടെ ചുമ്മാ കിടക്കട്ടെ. ആര്യയുടെയും ആദ്യയുടെയും നമ്പർ ഇങ്ങനെ കുടുംബത്തിന് കൊടുക്കാം, അമ്മ ഉൾപ്പെടെ. അവസാനം ഇതിന്റെ അടിയിൽ വരാൻ പോകുന്നത് നമ്മുടെ രണ്ടുപേരുടെ നമ്പറായിരിക്കും. കഴിഞ്ഞ സ്ത്രീകളെ വിളിച്ചെന്തേലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഇനി അവർ അതിന്റെ പുറകെ തോന്നുന്നുണ്ടല്ലോ. എന്തായാലും നിങ്ങൾ കണ്ട് സിനിമ ഇഷ്ടപ്പെടും, നമ്മൾ ഇഷ്ടപ്പെടണം. അതായിരിക്കും സിനിമ എന്ന് പറഞ്ഞ ഒരു കാര്യം. പിന്നെ മറിഞ്ഞിരുന്ന് കമന്റുകൾ ഇടാതെ വെളിച്ചത്തിൽ വന്ന് കമന്റുകൾ ഇടുക. ഇത്ര മാത്രം പറഞ്ഞു. ഒത്തിരി സന്തോഷം.
താങ്ക് യു താങ്ക് ു ഹൈദർഗാ താങ്ക് യു വെരി മച്ച് ലവ് യു